ലോക വനിതാ ദിനമായ ഇന്ന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വ്യോമഗതാഗതം പൂർണ്ണമായും നിയന്ത്രിച്ചത് ഒരു കൂട്ടം വനിതകളാണ്. പെൺശബ്ദം വാനോളം ഉയരുമ്പോൾ അഭിമാനത്തിനപ്പുറം സ്ത്രീയുടെ മനോധൈര്യത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും കരുത്താണ് ഇവിടെ പ്രകടമാകുന്നത്. ആയിരക്കണക്കിന് യാത്രക്കാരെ സുരക്ഷിതമായി ഭൂമിയിലെത്തിക്കാൻ പൈലറ്റിനോളം തന്നെ ചിലർ അധ്വാനിക്കുന്ന എയർ ട്രാഫിക് കൺട്രോൾ ടവറിലേക്ക് ഒരു യാത്ര. കൊച്ചിയിൽ നിന്നും അഞ്ജലി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. I fly 725 reporting contact with Calinger 123.35. ലോക വനിതാ ദിനമായി ഇന്ന് ഞാൻ നിൽക്കുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോൾ ടവറിലാണ്. ഇന്ന് ഈ ആകാശത്ത് പറന്നുയരുന്ന വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് ഇവരാണ്. പെൺകരുത്തിന്റെ ശബ്ദത്തിലൂടെ ഇന്നിവിടെ വിമാനങ്ങൾ പറന്നുയരുകയും പറന്നിറങ്ങുകയും ചെയ്യും. ആകാശത്ത് പറക്കുന്ന ആയിരക്കണക്കിന് വിമാനങ്ങളെ അദൃശ്യമായൊരു ചരടിലെന്ന പോലെ നിയന്ത്രിക്കുന്ന ചിലരുണ്ട്. അപകടങ്ങൾ ഒഴിവാക്കി തടസ്സങ്ങളില്ലാത്ത ആകാശപാതയൊരുക്കുന്നവർ. വിമാനം പറത്തുന്ന പൈലറ്റുകളേക്കാൾ ജാഗ്രതയും മനസ്സാന്നിധ്യവും വേണ്ട ജോലിയാണ് എയർ ട്രാഫിക് കൺട്രോളർമാരുടേത്. പിഴവുകൾക്കിടമില്ലാത്ത ഈ ജോലി ഈ വനിതാ ദിനത്തിൽ പൂർണ്ണമായും നിർവഹിച്ചത് ഒരു കൂട്ടം സ്ത്രീകളാണ്. Leader for India Taxiway Charlie, proceed to Charlie 6. Express India 1142, expedite passing Abim Charlie 42, ground pushback approved, facing east on completion, startup approved. 250 വിമാനങ്ങളാണ് ഒരു ദിവസം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വരികയും പോവുകയും ചെയ്യുന്നത്. ഒരു ഷിഫ്റ്റിൽ 40 വിമാനങ്ങളുടെ ഗതാഗതമാണ് ഇവർ ഇത്തരത്തിൽ നിയന്ത്രിക്കുന്നത്. നിസാര കാര്യമല്ല. ചലഞ്ചിങ് ആയിട്ടുള്ള ജോലിയാണ്. അതിന് താല്പര്യമുള്ളവർക്ക് വരാവുന്നതാണ്, അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് ലൈഫ് ലോങ് നമുക്ക് ട്രെയിനിങ് എടുക്കേണ്ടി വരും. ഇതിനകത്ത് കോൺസെൻട്രേഷനോടെ വർക്ക് ചെയ്യേണ്ടി വരും. വിമാനത്താവളത്തിലേക്ക് വരുന്നതും പോകുന്നതുമായ നിരവധി വിമാനങ്ങളുടെ കാര്യങ്ങളിൽ സസൂക്ഷ്മം ശ്രദ്ധ വേണം. കമാൻഡുകൾ കൃത്യമായിരിക്കണം. പ്രശ്നമേതുമില്ലാതെ എല്ലാം ഭംഗിയായി നടന്നാൽ ആത്മവിശ്വാസം വാനോളം ഉയരും. അൺയൂഷ്വൽ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ ലൈക്ക് എന്തെങ്കിലും ഒരു ബോംബ് ത്രെറ്റ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയോറിറ്റി പാസഞ്ചർ മെഡിക്കൽ പാസഞ്ചർ ഓൺ ബോർഡ് ഉണ്ടാകുമ്പോൾ സിറ്റുവേഷൻ കുറച്ച് സ്ട്രെസ്ഫുൾ ആവാറുണ്ട്. പക്ഷേ എല്ലാവരും ഇതിനു വേണ്ടി ട്രെയിൻഡാണ്. ഞങ്ങൾക്ക് വെരി ഹെക്റ്റിക് ട്രെയിനിങ് ആണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഒരു ഷിഫ്റ്റിൽ 8 സ്ത്രീകളാണുള്ളത്. എല്ലാവരും മലയാളികളാണ്. ഇവിടെ തന്നെ ഏകദേശം 20ഓളം വിമൻ കൺട്രോളേഴ്സ് ഉണ്ട്. ബോംബെയിലേക്ക് അതിനേക്കാളും അധികമുണ്ട്. പിന്നെ ഞാൻ 2006 ഈ ഒരു പ്രൊഫഷനിലേക്ക് വരുന്നത്. അതിനെക്കുറിച്ച് ആദ്യമൊന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷെ ജോയിൻ ചെയ്ത് വന്നതിന് ശേഷമാണ് ഇത് എങ്ങനെയുള്ളൊരു ജോലിയാണെന്ന് മനസ്സിലാക്കുന്നത്. ജോലിയുടെ സമ്മർദ്ദം കുറയ്ക്കാനുള്ള സംവിധാനങ്ങളും വിമാനത്താവളത്തിലുണ്ട്. പിങ് പോങ്, ടേബിൾ സോക്കർ അടക്കമുള്ള ഗെയിമുകളും മസാജിംഗ് ചെയർ പോലെയുള്ള റിലാക്സേഷൻ സംവിധാനങ്ങളും ഇവർക്കായി ഒരുക്കിയിട്ടുണ്ട്. ഞാൻ ഈ കണ്ട കാഴ്ച പോലെ അത്ര രസകരവും എളുപ്പവുമല്ല ഈ ജോലി. അത്ര കണ്ട് മനോധൈര്യവും ജാഗ്രതയും വേണ്ടുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ഞാണിന്മേൽ കളിയാണിത്. പറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മേഖലയിലേക്ക് കടന്നു വരാം. പക്ഷേ വെല്ലുവിളികൾ നേരിട്ട് നയിക്കാൻ തയ്യാറാകണം. പെൺശബ്ദം അടുക്കളയിൽ മാത്രം ഒതുങ്ങുന്ന കാലത്ത് നിന്ന് പെൺശബ്ദം വാനോളം എത്തിയിരിക്കുന്നു. ക്യാമറമാൻ അരുൺ ഗോപിനാഥിനൊപ്പം അഞ്ജലി, ന്യൂസ് മലയാളം, കൊച്ചി.